ഈ കടലിൽ മണൽ ഖനനം, കടലിലുള്ള വളരെ വിലപിടിപ്പുള്ള മെറ്റലുകളുടെ ഖനനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശം ഐക്യരാഷ്ട്ര സംഘടനയുടെ തന്നെ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി 17 ഇനങ്ങളിൽ 14ാമത്തെ ഇനമാണ് ലൈഫ് അണ്ടർ വാട്ടർ. ജലാശയങ്ങൾക്കുള്ളിലുള്ള ജീവനുകളും സമ്പത്തുകളും. ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ തന്നെ ധാരാളം ആശങ്കകൾ ബഹുജനങ്ങളിലുണ്ടായിരുന്നു. പല രാജ്യങ്ങളും കടൽ ഖനനം, അതോടൊപ്പം തന്നെ കടലിലെ ധാതുക്കളെ എടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ 2021 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഈ മണൽ ഖനനം, കടൽ ഖനനം, അതോടൊപ്പം തന്നെ തീരപ്രദേശത്തുള്ള വികസനം സംബന്ധിച്ചുള്ള 7 ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു നയരേഖ പ്രസിദ്ധീകരിച്ചത്. 2021 ഫെബ്രുവരി മാസം 17-ാം തീയതി ഭൗമ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലാണിത് പ്രസിദ്ധീകരിച്ചത്. പതിവ് നിർദ്ദേശങ്ങൾക്ക് വ്യത്യസ്തമായി വെറും കഷ്ടിച്ച് 10 ദിവസങ്ങളാണ് പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനായിട്ട് നൽകിയത്. എന്നെപ്പോലുള്ളവർ ഈ നയരേഖ ഫിഷറീസിന്റെ വെബ്സൈറ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ പെട്ടെന്നാണ് അറിയുന്നത് ഇതിനകം തന്നെ ഭൗമ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. ഫെബ്രുവരി മാസം 27-ാം തീയതി അവസാന ദിവസമാണ്. ഞാനിതറിയുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി വൈകുന്നേരം അറിയിച്ചിട്ട് പെട്ടെന്ന് ഈ നയരേഖ ഓടിച്ചു നോക്കിയെങ്കിലും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ചില പ്രത്യേക സമീപനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭൗമ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടു. ഇത് ഇന്ത്യയിലെ 9 തീരദേശ സംസ്ഥാനങ്ങളെ, തീരദേശവാസികളെ, ധാരാളം പൊതുജനങ്ങളെ, പരിസ്ഥിതിയൊക്കെ ബാധിക്കുന്ന വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാദേശിക ഭാഷയിൽ പരിഭാഷപ്പെടുത്തി ഈ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകൾക്കും അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകർക്കും തീരദേശവാസികൾക്കുമൊക്കെ നൽകി ചർച്ച ചെയ്തിട്ട് വേണം ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. എന്നാൽ ഫെബ്രുവരി മാസം 27-ാം തീയതി കഴിഞ്ഞപ്പോൾ ഈ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയുടെ സമീപനങ്ങൾ എടുത്തു തീർന്നാൽ വളരെ രസകരമാണ്. പാർലമെന്റിൽ മറുപടി പറഞ്ഞത് ഫിഷറീസ് മന്ത്രിയാണ്. ഒരു നിവേദനങ്ങൾ ലഭിച്ചില്ല എന്ന്. യഥാർത്ഥത്തിൽ ഭൗമ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടിയിരുന്നത്. ഇതാണ് ഇതിന്റെ തുടക്കം. ഇത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും 2022 ആയപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വലിയ തുക, 5000 കോടിയിലേറെ തുക ഈ ഖനനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടി തുക മാറ്റിവെച്ചു. ഈ സന്ദർഭത്തിലും തീരദേശ സംസ്ഥാനങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള മന്ത്രാലയങ്ങളും അതോടൊപ്പം തന്നെ ഗവേഷകരും പരിസ്ഥിതി പ്രവർത്തകരുമായിട്ട് ഒരു ചർച്ചയുണ്ടായിട്ടില്ല. 2025 ഫെബ്രുവരി മാസം 11-ാം തീയതി കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ഈ പറയുന്ന പോലെ കുറെ വ്യവസായികളെ വിളിച്ചുകൂട്ടി അവരുടെ ടെൻഡർ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ആ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ അറിയുന്നത് കടൽ ഖനനത്തിനായിട്ടുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ നടക്കുന്നു. അന്ന് തന്നെ മത്സ്യത്തൊഴിലാളികൾ ചെറിയ രീതിയിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ഈ വിഷയം വളരെ ഗൗരവമേറിയതായതുകൊണ്ട് തന്നെ ഇത് മത്സ്യത്തൊഴിലാളി മേഖലയുമായി ചർച്ച ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് പറഞ്ഞിരുന്നു. ഫെബ്രുവരി മാസം 27-ാം തീയതിയോടുകൂടി കേരളത്തിൽ കൊല്ലം തെക്ക് ഭാഗം, കൊല്ലം വടക്ക് ഭാഗം, അങ്ങനെ ആലപ്പുഴ തുടങ്ങിയ മേഖലകളിലൊക്കെ മണൽ ഖനനം ചെയ്യാനായിട്ട് ടെൻഡർ ആവശ്യപ്പെട്ടു. അപ്പോഴാണ്
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മത്സ്യത്തൊഴിലാളികൾ ഉണർന്ന് ജാഗ്രതയോടുകൂടി ഇത് സൃഷ്ടിക്കാൻ പോകുന്ന മത്സ്യമേഖലയ്ക്ക് വലിയ ആഘാതങ്ങൾ സംബന്ധിച്ച് ചർച്ചാ വിഷയമാക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ മധുര മുതൽ കന്യാകുമാരി വരെ മേഖലയിൽ മണൽ ഖനനം നടത്താനുള്ള ചുവടുവയ്പ് നടന്നപ്പോൾ ആ മേഖലയിലെ എല്ലാ ജനങ്ങളും, മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ആ തീരദേശവാസികൾ മാത്രമല്ല, ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെടുകയും തമിഴ്നാട് ഗവൺമെന്റ് നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസായി കേന്ദ്ര സർക്കാരിനോട് ഈ ഖനനവുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ കേരളത്തില് ഈ കൂടിയ പല ചർച്ചകളൊന്നും അടിത്തട്ടിൽ സാധാരണ ആളുകൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിർദ്ദേശിച്ചു കൊടുക്കാനോ ചർച്ച ചെയ്യാനോ സാധിച്ചിട്ടില്ല. എങ്കിലും കേരളത്തിൽ എല്ലാ മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മറ്റ് മത്സ്യത്തൊഴിലാളികൾ സംഘടനകൾ ഉൾപ്പെടെ മാർച്ച് മാസം 27-ാം തീയതി ഒരു ഹർത്താൽ, തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താലിൽ കേരളം മുഴുവനും ഒന്നടങ്കം, മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല മത്സ്യം ഭക്ഷിക്കുന്ന ആളുകളൊക്കെ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹർത്താലിന്റെ ഭാഗമായി. മത്സ്യത്തൊഴിലാളികള്, മത്സ്യവിപണന തൊഴിലാളികള്, അതോടൊപ്പം തന്നെ മത്സ്യം മേഖലയിൽ നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചാണ് ഈ പ്രതിഷേധ പരിപാടിക്ക് മുന്നോട്ട് വന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഈ കൊല്ലം, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് ഒട്ടും പഠന വിധേയമാക്കാതെ ചില വ്യാവസായിക അടിസ്ഥാനത്തിൽ കടലിൽ ധാതുക്കളും കടലിൽ മണലുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചൂഷണം ചെയ്യാമെന്നുള്ള ചില വ്യവസായികളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള നീക്കമാണ്. 1960-കളിൽ നോർവീജിയൻ ശാസ്ത്രജ്ഞന്മാര് കൊല്ലം പരപ്പിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. 5 വർഷം തുടർച്ചയായി നടത്തിയ പഠനത്തിന്റെ വെളിച്ചത്തിൽ വന്നിരിക്കുന്ന വസ്തുതകൾ ഇതാണ്. കൊല്ലം ഒരു വലിയ മത്സ്യാവാസ വ്യവസ്ഥയാണ്. കൊല്ലം പരപ്പെന്നാണ് പറയുന്നത്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന മത്സ്യമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ മേഖലയിലേക്കൊക്കെ വ്യാപിപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിലൂടെ അവരുടെ ഉപജീവനം നടത്താനായിട്ട് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ പറയുന്നത് കേരള സർക്കാരിന് അവകാശപ്പെട്ട തീരക്കടലിലല്ല, 12 നോട്ടിക്കൽ മൈലിലല്ല ഈ പറഞ്ഞിരിക്കുന്ന ഖനനം നടത്താൻ പോകുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞു. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 40 നോട്ടിക്കൽ മൈലെങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനുള്ള അവകാശം പുനർനിർണയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം ഈ 40 നോട്ടിക്കൽ മൈലിൽ ഉള്ളിലാണ് കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെ ഈ മണൽ ഖനനത്തിനായിട്ട് നീക്കം നടത്തുന്നത്. ഈ നിർദ്ദേശം വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിലെ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു പഠനം നടത്തി അതിന്റെ ഗവേഷണം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ മണൽ ഖനനം മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന, കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിലൂടെ നമ്മളിന്ന് കാണുന്ന ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമി, മറ്റ് ധാരാളം പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്ത് പൂർണ്ണമായും ശോഷിക്കും. വളരെ വലിയ സംഖ്യ, 20 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ സ്വന്തം തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്ന അവരുടെ തൊഴിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ പഠനം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഈ ഖനനവുമായി സർക്കാർ മുന്നോട്ട് പോകരുത്. ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്, ഇതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്തണം. അത് ഈ പറഞ്ഞിരിക്കുന്ന ടെൻഡർ കൊടുത്ത് ഈ കള്ളനത്തിന് താക്കോലേൽപ്പിക്കുന്ന ആ സമീപനം മാറ്റി ടെൻഡറിങ്ങിന് മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന ഏത് മേഖലയാണ് മണൽ ഖനനത്തിന് നിശ്ചയിക്കുന്നത്, ആ മേഖലയിൽ ഇത് സൃഷ്ടിക്കാവുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച് പഠിക്കണം. അങ്ങനെ കേരളത്തിലെ ശാസ്ത്ര സമൂഹം വളരെ വ്യക്തമായ അഭിപ്രായം പറഞ്ഞു. ഇത് കേരള ശാസ്ത്ര സമൂഹത്തിന് മാത്രമല്ല, ഇപ്പൊ 2025
മാർച്ച് മാസം 26-ാം തീയതി ബ്രിട്ടൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ബ്രിട്ടൻ ആർക്കിയോളജി ആൻഡ് ഓഷനോഗ്രാഫി സയന്റിഫിക് സെന്റർ അവരൊരു പഠനം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായി ഇതുപോലെ ആഴക്കടലിൽ ഖനനം സൃഷ്ടിച്ച ആഘാതങ്ങൾ, ഇത് ഈ ഖനനം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ യന്ത്രങ്ങളുടെ പ്രകമ്പനങ്ങൾ ആ മേഖലയിലെ ജീവജാലങ്ങളെയൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പ്രേരിപ്പിച്ചു. മാത്രമല്ല, ജീവജാലങ്ങൾ ഒഴിഞ്ഞു പോകുക മാത്രമല്ല, അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ആഘാതങ്ങൾ 40 വർഷമായെങ്കിലും ഇതുവരെ അത് പുനഃസൃഷ്ടിക്കപ്പെട്ടില്ല. കടലിന് ഒരു പ്രത്യേകമായ ആവാസ വ്യവസ്ഥയും ഘടനയുമാണുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന മണൽ നീക്കങ്ങൾ, അതുപോലെ തന്നെ ഈ കടലിൽ ഉണ്ടാക്കുന്ന ഗർത്തങ്ങളൊക്കെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ ഭാഗമായി കടലിന്റെ ഉഷ്ണസ്ഥിതി വർദ്ധിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ഇപ്പം അനുഭവിക്കുന്നതാണ്, വലിയ ഉഷ്ണമാണ്. അപ്പൊ കടലിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ, ഭൂമിയിൽ, സമൂഹത്തിലൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഈ ഡീപ് സീ മൈനിങ് സംബന്ധിച്ചൊക്കെ ഇന്ന് നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഡീപ് സീ മൈനിങ് ശാസ്ത്ര സമൂഹം മുഴുവനും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് മത്സ്യത്തൊഴിലാളികൾ പൊതുസമൂഹത്തിന്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും പരിസ്ഥിതി സംരക്ഷിക്കുവാനുമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മണൽ ഖനനം അല്ലെങ്കിൽ ധാതുക്കളുടെ ഖനനം അത് പൂർണ്ണമായും നിർത്തിവെക്കാനും, ആദ്യം ഇതിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ, കടലിന്റെ ജൈവ ആവാസ വ്യവസ്ഥകളുടെ ആഘാതങ്ങൾ അതൊക്കെ പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഖനനത്തിലൂടെ എന്ത് സംഭവിക്കും, അവരുടെ പുനർജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇത്തരം കാര്യങ്ങൾ വളരെ അതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് സ്റ്റഡി ചെയ്ത്, പാരിസ്ഥിതികമായ ഇമ്പാക്റ്റ് സ്റ്റഡി ചെയ്ത് അതിന്മേൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കിയിട്ട് മാത്രമേ ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചുവടുവയ്പ് നടത്താൻ പാടുള്ളൂ. അതുതന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രാജ്യത്തെ മത്സ്യമേഖലയിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളി സമൂഹവും അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകരും ഓഷൻ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അഭിപ്രായപ്പെടുന്നത്, ഈ അഭിപ്രായം ഭരണാധികാരികൾ ഉൾക്കൊള്ളുകയും ഇത് സൃഷ്ടിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങൾ, കഴിഞ്ഞ ദിവസം മ്യാൻമാറിൽ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ആദ്യം വന്ന റിപ്പോർട്ട് 150 ആളുകൾ മരണപ്പെട്ടു. അത് സൃഷ്ടിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അപ്പൊ ഇത്തരം ഖനനങ്ങൾ, അശാസ്ത്രീയമായ നീക്കങ്ങൾ പ്രകൃതിയിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതങ്ങളുടെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞ് ഭരണാധികാരികൾ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന് വിശ്വസിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന ഇതിനകം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ആഴക്കടൽ ഖനനം അത് നിർത്തിവയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം മേഖലകളും അവരുടെ പ്രശ്നങ്ങളും ശാസ്ത്രജ്ഞന്മാര് 1000-ഓളം ശാസ്ത്രജ്ഞന്മാര് 2020-കളിലൊക്കെ തലയിൽ കൈവച്ച് ഭരണാധികാരികളോട് പറഞ്ഞു, വലിയ ദുരന്ത മുഖത്തേക്കാണ് ഇവർ രാജ്യങ്ങളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്രകൃതിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിൽക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പരിസ്ഥിതിയുടെ താളപ്പിഴയാണ് ഇന്ന് പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം, വന്യമൃഗങ്ങൾ, ധാരാളം ജീവജാലങ്ങൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. കേരളത്തിൽ ദൈനംദിനം മരണങ്ങൾ, സ്വന്തം കുടുംബം പുലർത്താനായിട്ട് രാവിലെ ഇറങ്ങുന്നവര്, അല്ലെങ്കിൽ വീട്ടിന് ചുറ്റും കൃഷി ചെയ്തിരുന്നവര്, അവരൊക്കെ വലിയ ദുരന്തങ്ങൾ നേരിടുകയാണ്. ഈ ദുരന്തമുഖത്ത് നമ്മുടെ ഭരണാധികാരികൾ, അത് മലയോര മേഖലയായാലും വനമേഖലയായാലും, ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന വന്യമൃഗങ്ങൾ പട്ടണങ്ങളിൽ വന്നിരിക്കുകയാണ്. ആരും സുരക്ഷിതമല്ല. ഇനി അതിനേക്കാളും വലിയ ദുരന്തമാണ് പ്രകൃതി ദുരന്തം. ഈ പറഞ്ഞിരിക്കുന്ന പോലെ വലിയ ഭൂകമ്പങ്ങൾ, സുനാമി, ഇതൊക്കെ ഏത് സമയത്തും ഉണ്ടാകാൻ പറ്റും. ആർക്കും ചെറുത്ത് നിർത്താൻ പറ്റത്തില്ല. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലൊക്കെ നമ്മൾ കണ്ടതാണ്, അവിടെ മുഴുവൻ കത്തി നശിക്കുന്ന രംഗങ്ങൾ. ഈ ആമസോൺ വനങ്ങൾ നശിക്കുന്ന സമയത്ത്
ആമസോൺ വനങ്ങൾ നശിക്കുന്നു, അതുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനം വേണമെന്നല്ല പറയേണ്ടത്. കണ്ണു തുറന്ന് നമുക്ക് ചുറ്റും, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പൗരന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് കാണണം. അത് അടിയന്തരമായി എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഇന്ത്യയിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കൈവിട്ടു പോയ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. പക്ഷേ ധാരാളം ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഇന്ത്യയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അത്തരം ദുരന്തങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കണമെങ്കിൽ അടിയന്തരമായി കീഴ്ത്തട്ടിൽ നിന്ന് ഇത്തരം നടപടികൾ, ഇപ്പോൾ വന്യമൃഗങ്ങൾ ഉപദ്രവിക്കുന്ന ആ സാഹചര്യമുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കണം. അങ്ങനെ ഈ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഈ രംഗത്ത് ഓരോ കാര്യത്തിലും പ്രോട്ടോക്കോളുകൾ നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഈ വനമേഖലയിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ത് നടപടികൾ ചെയ്യാൻ സാധിക്കും? ബാർഡ് വയർ കൊണ്ട് ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ വനത്തിൽ താമസിക്കുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കത്തക്കുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് അതിഗൗരവമായി ഭരണാധികാരികൾ സമയമെടുത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിലപാടുകൾ കൈക്കൊള്ളുകയാണ് ആദ്യം നടക്കേണ്ടത്. അല്ലാതെ ഉള്ള സമ്പത്ത് കൂടുതൽ ചൂഷണം ചെയ്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന.